Group Captain Prashant Balakrishnan Nair. ഈ ഗഗൻയാൻ പദ്ധതി അതിലേക്ക് പോകുന്ന ആളുകളെ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നമുക്ക് പരിചയപ്പെടുത്തിയിരുന്നു. ഏതായാലും അവരുടെ വസ്ത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അത് ഡിസൈൻ ചെയ്തത് ബംഗളൂരുവിലുള്ള കേന്ദ്ര സർക്കാർ സ്ഥാപനമായിട്ടുള്ള NIFT ആണ്. മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്, അതിൽ ഒരു മലയാളി സ്പർശം കൂടിയുണ്ട്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജിയിലെ ഉദ്യോഗസ്ഥനായ VK മോഹൻകുമാർ എന്ന കുന്നംകുളത്തുകാരനെ തേടി 2 വർഷം മുൻപാണ് ഈ ചരിത്ര നിയോഗം എത്തുന്നത്. ഭാരതത്തിൻ്റെ അഭിമാന പദ്ധതിയായ ഗഗൻയാനിലെ യാത്രികർക്കായി യൂണിഫോം തയ്യാറാക്കണം, അതും വ്യത്യസ്തമായി. 70ഓളം ഡിസൈനുകൾ ഇതിനായി നൽകി. ഒടുവിൽ ഇന്നീ കാണുന്ന യൂണിഫോം ഡിസൈൻ തിരഞ്ഞെടുത്തു. ഒരുപാട് റിസർച്ച് ചെയ്തു ഇൻ്റർനാഷണൽ ഗാർമെൻസിനെ പറ്റിയിട്ട്, ഇങ്ങനത്തെ ഗഗൻയാൻ പോലുള്ള പ്രൊജക്റ്റുകളുടെ സൂട്ടുകളെ പറ്റിയിട്ട്, ആസ്ട്രോനോട്ടിൻ്റെ സൂട്ടുകളെ പറ്റിയിട്ട്, നാസ, സ്പേസ് എക്സ്, പിന്നെ യൂറോപ്യൻ സ്പേസ് ഏജൻസി, റഷ്യൻ, അതൊക്കെ പഠിച്ചതിന് ശേഷമാണ് അതിൽ നിന്ന് എത്ര വ്യത്യസ്തമായിട്ട് ചെയ്യാമെന്നുള്ളത് മനസ്സിലാക്കിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബഹിരാകാശ യാത്രികരെ പരിചയപ്പെടുത്തുന്നതിനൊപ്പം യൂണിഫോം കൂടി പ്രദർശിപ്പിച്ചതോടെ അഭിമാനം വാനോളമുയർന്നു. മോഹൻകുമാറിൻ്റെയും സംഘത്തിൻ്റെയും 2.5 വർഷത്തെ കാത്തിരിപ്പായിരുന്നു സഫലമായത്. ഒരു മലയാളിയായിട്ടുള്ള ഞാൻ ഒരു മലയാളിക്ക് വേണ്ടി, മലയാളി ലീഡ് ചെയ്യുന്ന ടീമിന് വേണ്ടിയിട്ടുള്ള ഈ ഡിസൈൻ ചെയ്യാന്നുള്ള അതൊരു വല്ലാത്തൊരു നിമിഷങ്ങളായിരുന്നു. അത് അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴും അവരായിട്ട് സംസാരിക്കുമ്പോഴും ഇത് ഫൈനലൈസ് ചെയ്തപ്പോഴുള്ള ആ സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. മോഹൻകുമാറിനെ കൂടാതെ ഡോക്ടർ ജൊണാലിയും മേൽനോട്ടം വഹിച്ചുകൊണ്ട് മലയാളി കൂടിയായ ഡോക്ടർ സൂസൻ തോമസും സംഘത്തിലുണ്ടായിരുന്നു. Even if it's a tiny association with such mammoth task that Gaganyaan is going to take forward, so I think it's a blessing. നേരത്തെ സൈനികരുടെയും പുതിയ പാർലമെന്റ് മന്ദിരത്തിലെ ജീവനക്കാരുടെയും യൂണിഫോമുകൾ ഡിസൈൻ ചെയ്ത NIFT സംഘത്തിന് ഇത് അഭിമാന നിമിഷം. It is not just a garment, it is a representation of collective us, which is India, which is incredible India. ഇനി കാത്തിരിപ്പാണ് ഗഗൻയാൻ ദൗത്യം വിജയിക്കുന്ന ആ നിമിഷത്തിനായി. ബംഗളൂരുവിൽ നിന്നും KB ശ്രീധരൻ, മാതൃഭൂമി ന്യൂസ്.